അനന്തനീല വിഹായസിൽ നിന്നും മാലാഖവൃന്ദം പാടിയ ആദ്യത്തെ ക്രിസ്മസ് കാരൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷത്തിന്റെ വിളംബരമായിരുന്നു അത്. കർത്താവായ ക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ബേത്ലഹേമിൽ ഭൂജാതനായ ആദ്യത്തെ ക്രിസ്മസ്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്മസ് എന്ന വാക്ക് ഉച്ചരിക്കുന്ന ഏതൊരാളും 2025 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച യേശു ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തെയാണ് സമ്മതിക്കുന്നത്. ക്രിസ്മസ് ഒരു ഐതിഹ്യത്തിന്റെ ആഘോഷമല്ല, ചരിത്രത്തെ പിന്നോട്ടും മുന്നോട്ടും എന്ന് വേർതിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യത്തിൽ, കാലത്തിന്റെ മധ്യത്തിൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മധ്യത്തിൽ ദൈവപുത്രൻ മനുഷ്യനായി ഭൂജാതനായ ചരിത്ര സംഭവത്തിന്റെ സാഘോഷ സ്മരണയാണ്. ഇതുപോലൊരു സാർവലൗകികമായ ജനന തിരുനാൾ മറ്റേതാണ് ഉള്ളത്? കാരണം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന് വിശേഷിപ്പിക്കാൻ മറ്റൊരു ജനനം ഇന്നോളം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകേണ്ടതും ഇല്ല. അന്ന് ആ ക്രിസ്മസ് ഗാനം കേട്ട ആട്ടിടയന്മാർ ഓടിയണഞ്ഞ് ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടന്ന ദിവ്യ ശിശുവിനെ കണ്ട് വണങ്ങി. കിഴക്ക് നിന്ന് ജ്ഞാനികൾ കാഴ്ചകളുമായി വന്ന് നമസ്കരിച്ചു. എന്നാൽ ഇന്ന് ക്രിസ്മസ് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടങ്ങളിൽ ഒന്ന് മാത്രമാണ്. നക്ഷത്രവും പുൽക്കൂടും ട്രീയും പാപ്പായും പൂത്തിരിപ്പടക്കങ്ങളും ചെണ്ടമേളങ്ങളും കേക്കും വീഞ്ഞും ഒക്കെയായുള്ള ഒരു ആഗോള മാർക്കറ്റാണ് ഇന്ന് ക്രിസ്മസ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അതൊരു കരോൾ പിരിവ് ആയും മാറിയിട്ടുണ്ട്. യേശു എന്ന ദിവ്യ ശിശുവിനെ, ലോകരക്ഷിതാവിനെ കണ്ട് നമസ്കരിക്കാത്ത ക്രിസ്മസ് വ്യാപാരമാണ് ഇന്ന് എവിടെയും. ദൈവദൂതന്മാർ വിളംബരം ചെയ്ത ആ മഹാസന്തോഷത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് സന്ദേശം നൽകുന്നത്. നീർക്കുമിള പോലെ പൊട്ടിത്തകരുന്ന താൽക്കാലിക സന്തോഷമല്ല നമുക്ക് വേണ്ടത്. സാഹചര്യങ്ങൾക്ക് സംഹരിക്കാൻ കഴിയാത്ത ശാശ്വത സന്തോഷമാണ്. അത് പ്രദാനം ചെയ്യുവാനാണ് ദിവ്യരക്ഷകനായ യേശു നമ്മുടെ ഇടയിൽ വന്നു പാർത്തത്. നമ്മുടെയൊക്കെ സന്തോഷത്തെ കെടുത്തുന്നത് പാപമാണ്. പാപത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ പരിണിത ഫലങ്ങളും, അത് നമ്മുടെ വ്യക്തിത്വങ്ങളിൽ വരുത്തിയ വൈകല്യങ്ങളുമാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിലേ നമുക്ക് ശരിയായ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. അത് സാധ്യമാക്കാൻ ഈ ഉലകത്തിൽ ഉയിരെടുത്ത ദൈവപുത്രനാണ് ക്രിസ്തു യേശു. അവിടുന്നാണ് ലോകത്തിന്റെ പാപഹരൻ. ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, കാൽവരിയിലെ കുരിശിൽ നമുക്കായി ഒരു പാപയാഗമായി അർപ്പിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു ക്രിസ്തു ജനിച്ചത്. നാം ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ശിക്ഷ നമുക്ക് പകരം ഏറ്റെടുത്ത് മരിച്ചതു വഴിയാണ് ക്രിസ്തു രക്ഷകനായത്. പാപത്തിനുള്ള പരമയാഗം അർപ്പിച്ചിട്ട് 3-ാം നാൾ മരണം വിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്കുള്ള ഏക മധ്യസ്ഥനായി ഇരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വർഗീയ മഹത്വത്തിലേക്ക് ചേർക്കാനായി വീണ്ടും വാനവരവിൽ വരുന്നവനുമായ ഈ ക്രിസ്തു യേശുവിനെ കർത്താവായി വിശ്വസിച്ച് അംഗീകരിക്കുന്നവർക്കാണ് യേശു രക്ഷകനാകുന്നത്. ഈ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് ദൈവപ്രസാദം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അപ്പോൾ മാത്രമാണ് യേശുവിന്റെ ജനനം നിങ്ങൾക്ക് സന്തോഷവും ആഘോഷവും ആകുന്നത്. ഈ ക്രിസ്മസ് ഇപ്രകാരം നിങ്ങൾക്ക് ശാശ്വത രക്ഷയുടെ അനുഗ്രഹവും ഒരു പുതുജീവിതത്തിന്റെ പുലരിയുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതെ, മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ലൈഫ്.